നേരത്തെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞല്ലോ. ശ്രീജിത്ത് പണിക്കരോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം എന്ന് വെച്ചാൽ ഉള്ളത് 100% ഉറപ്പാണ്. അതിന് നമ്മുടെ കാറിൻ്റെ എക്സാമ്പിൾ അങ്ങ് എടുത്തിട്ടൊരു കാര്യമില്ല. നമ്മൾ റൂട്ട്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ഒന്നാമത്തെ റൂൾസ് ഞാൻ പറയുന്നു, തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ട് നടത്തുകയാണെങ്കിൽ റൂൾസ് അനുസരിച്ച് നടത്താനായിട്ടുള്ള സ്പേസ് അവിടെ ഇല്ല. ദാറ്റ് ഈസ് ആബ്സല്യൂട്ട്. അപ്പോൾ അവിടെ വേറെ ഒരു എക്സാമ്പിൾ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഇറ്റ് കനോട്ട് ബി ഡൺ. സാർ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ ചെയ്യട്ടെ, അവര് വർണ്ണാഭമായിട്ടുള്ളത് ചെയ്യട്ടെ, ആർക്കും എതിർപ്പില്ലല്ലോ. വിനു, ഉഗ്രശേഷി ഇല്ലാത്ത ഗ്രീൻ ക്രാക്കേഴ്സിലേക്ക് പോകണമെന്ന നിർദ്ദേശം ശരിയായിട്ടുള്ളതാണ്, സ്വീകാര്യമാണ്. നേരത്തെ ശ്രീ സെൻകുമാർ സാർ പറഞ്ഞതുപോലെ തീവ്രശേഷി ഇല്ലാത്ത കാര്യങ്ങൾ ഉപയോഗിക്കേണ്ടതുമാണ്. പക്ഷേ എനിക്ക് ശ്രീ സെൻകുമാർ സാറിനോട് ബഹുമാനപൂർവ്വം വിയോജിച്ചുകൊണ്ട് പറയാനുള്ളത്, എൻഫോഴ്സ്മെന്റിന്റെ ഉത്തരവാദിത്തത്തിനെ നമുക്ക് ലഘൂകരിച്ച് അതില്ലാത്ത ഒന്നാണ് എന്ന് പറയാനായിട്ട് കഴിയില്ല എന്നാണ്. 2016 പരവൂരിലെ ദുരന്തമുണ്ടായതിനു ശേഷം മിനിസ്ട്രി ഓഫ് കമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഇറക്കിയിരിക്കുന്ന ഒരു നോട്ടുണ്ട്, ഒരു PIB വഴി ഇറക്കിയിരിക്കുന്ന ഒരു നോട്ട്. നോട്ടിന്റെ ആദ്യ ഭാഗം വായിക്കാം. ദൈവത്തോർത്ത് ആൾക്കാർ കേട്ടാൽ